വീണ്ടും സുഖിക്കുന്ന ഇപ്പോൾ ദിവസം നമ്മൾ വന്നിരിക്കുന്നത് ബസ് സിമുലേറ്ററിൻ്റെ വന്നിരിക്കുന്നത് അപ്പോൾ നമ്മളൊന്നും കൊണ്ടുവയ്ക്കുന്ന വണ്ണസ് എന്ന് പറയുന്ന ഒരു വണ്ടിയായിട്ടാണ് ഈ വണ്ടി ഷെയർ ചെയ്ത് ഇഷ്ടക്കാർക്ക് ഈ 10K ടാർഗറ്റാണ് അപ്പോൾ ഇന്ന് നമ്മൾ ലൈക്ക് ടാർഗറ്റ് വെച്ചാൽ അപ്പോൾ നമുക്ക് നേരെ വീട്ടിലേക്ക് പോകാം. അപ്പോൾ നമുക്കിന്ന് പോകേണ്ട സ്ഥലം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു കുറുക്ക് പിടിച്ച സ്ഥലമാണ്. നിങ്ങൾക്ക് പറയുന്നില്ല, പോകുന്ന വഴി നിങ്ങൾക്കത് കാണാം. അപ്പോൾ നമ്മുടെ ഫ്രണ്ടിൽ കുറച്ച് ലൈറ്റൊക്കെ കയറ്റിയായിരുന്നു. ഫ്രണ്ടിലത്തെ അടിയിലൊക്കെ നമ്മൾ കുറച്ച് ഗെയിമൊക്കെ നമുക്ക് കുറച്ച് സൗണ്ടൊക്കെ കയറ്റിയായിരുന്നു ഗൈസ്. ഓക്കെ, അപ്പോൾ നമുക്ക് കുറച്ച് സാധനങ്ങളൊക്കെ നമ്മളവിടെ കയറ്റിയായിരുന്നു. അതിൻ്റെ ലൈറ്റൊക്കെ ഞാൻ ഇപ്പോൾ ഇട്ട് കാണിക്കാം. അതിന് ഓക്കെ ഗൈസ്. അപ്പോൾ നമ്മുടെ ഫ്രണ്ട് കയറ്റി ഞാൻ സ്ട്രിപ്പ് ലൈറ്റ് ഞാൻ കാണിച്ചിട്ടുണ്ട്. അതിന് മണ്ടയിലുണ്ട്, ഹെയറും കൊടുത്തിട്ടുണ്ട്, ബാക്കി സ്പോയിലറും വെച്ച് ബാക്കി രണ്ട് ഭയങ്കര കത്തുന്ന വെച്ചും പിന്നെ വണ്ണസിൻ്റെ അവിടെ ബാക്കിൽ ഒരു കർട്ടനും ഇട്ട് നമ്മൾ വണ്ണസ് റേറ്റ് ചെയ്യാൻ ചെയ്ത് അവിടെ നമുക്ക് സ്ട്രിപ്പ് ലൈറ്റ് വെച്ച് ഒട്ടിക്കാൻ ചെയ്ത്. പിന്നെ അകത്ത് വലിയ പണിയില്ല, അകത്ത് നമ്മൾ ലൈറ്റ് കൊടുത്തിട്ടില്ല. കാരണം വെച്ചാൽ അകത്ത് ഒരു വർക്കും ചെയ്തിട്ടില്ല. കാരണം വെച്ച് കഴിഞ്ഞാൽ അകത്ത് നമ്മുടെ AC വണ്ടി ആയതുകൊണ്ട് അകത്ത് പണി ചെയ്ത് കഴിഞ്ഞാൽ AC-യുടെ സ്മോക്കിൻ്റെയൊക്കെ സ്മെല്ല് കാരണം ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് നമ്മൾ അകത്ത് പണി ചെയ്തിട്ടില്ല. വീഡിയോ സ്റ്റിക്കർ വർക്കിങ്ങും പിന്നെ നമ്മൾ വെളിയിലുള്ള ലൈറ്റ് നെയിം ബോർഡൊന്നുമില്ല. ഓക്കെ, നമ്മുടെ വണ്ടിക്ക് നെയിം ബോർഡില്ല. നെയിം ബോർഡൊക്കെ നമ്മൾ വെക്കുന്നില്ല. നെയിം ബോർഡില്ല, മെയിൻ ബോർഡില്ല, അങ്ങനത്തെ ഒരു വണ്ടിയാണ് ഞാൻ ഇന്ന് ഓട്ടിക്കാൻ പോകാൻ ഒരു കൂറ വണ്ടി. അപ്പോൾ നമ്മൾ അടുത്തോട്ടം ലൈറ്റൊക്കെ നല്ല നെയിം ബോർഡും ലൈറ്റൊക്കെ ഉള്ളൊരു ബസ് വേണമെങ്കിൽ നിങ്ങൾ നേരെ കമൻറ്റ് ചെയ്യാൻ. ഒരു മോഡായിട്ട് ഞാൻ കൊണ്ടുവരുന്നത് കേസിൻ്റെ മോഡിനെന്തോ പ്രോബ്ലമാറ്റിക് ഫോൾഡർ എന്നൊക്കെ എന്തോ പറയുന്നത്. അതുകൊണ്ട് എനിക്ക് ഇങ്ങനത്തെ വണ്ടികളൊക്കെ കൊണ്ടുവരാൻ പറ്റുന്നുള്ളൂ. വല്ലാതെ വണ്ടികളൊക്കെ കൊണ്ടുവരാൻ അറിയത്തില്ല. നിങ്ങൾക്ക് അത് അറിയാമെങ്കിൽ നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യട്ടോ. അപ്പോൾ നമ്മൾ അടുത്തോട്ട് ഉറപ്പായിട്ട് നമ്മളിനി കുറച്ച് വണ്ടികൾ ഇനി എടുക്കുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾ നേരെ ഡു കമൻറ്റ് ആൻഡ് സബ്സ്ക്രൈബ് ആൻഡ് ഷെയർ. ഓക്കെ, അപ്പോൾ ഈ വീഡിയോ 10K ലൈക്കാണ് ഇന്നത്തെ നമ്മൾ ലൈക്ക് ഞാൻ പറഞ്ഞായിരുന്നു. അപ്പോൾ നമുക്ക് നേരെ വീട്ടിലേക്ക് പോകാം. നമുക്ക് ഒട്ടും വൈകണ്ട ഗൈസ്. ഓക്കെ ഗൈസ്, അപ്പോൾ നമുക്ക് പോകുന്ന വഴി നമുക്ക് നല്ല ചില്ലായിട്ടൊക്കെ അല്ലേ പോകേണ്ട. അപ്പോൾ ഒരു പാട്ട് വേണ്ടേ? പാട്ടിട്ട് എൻ്റെ റേഡിയോ വർക്കിംഗ് അല്ല. ഓക്കെ, അതൊക്കെ അറിയാമല്ലോ. ചുമ്മാ എൻ്റെ റേഡിയോ വർക്കിംഗ് ഒന്നും അല്ല ഗൈസ്. എൻ്റെ റേഡിയോയ്ക്ക് ചെറിയ ചെറിയ പ്രശ്നങ്ങളും അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ എനിക്ക് വന്നു. അതുകൊണ്ട് എൻ്റെ റേഡിയോയ്ക്ക് എനിക്ക് ഇടാൻ പറ്റത്തില്ല ഗൈസ്. അപ്പോൾ നമുക്ക് പുട്ടടിച്ച് പറത്തി അങ്ങ് പോയാൽ കണ്ണ് വേദന എടുക്കുന്നു. അയ്യോ, ഇടിച്ചില്ല. സേഫാണ് മോനെ. ഓക്കെ, സെറ്റ്. ഓക്കെ ഗൈസ്, അപ്പം നമ്മളെ ഈ ഒരു വീഡിയോയ്ക്ക് 10K സബ്സ്ക്രൈബേഴ്സാണ് ഇന്നത്തെ നമ്മളെ ലൈക്ക് ടാർഗറ്റ്. മറ്റേത് ലൈക്കാട്ടോ, ഇത് സബ്സ്ക്രൈബേഴ്സ് തരണമല്ലോ. നമുക്ക് വലത്തോട്ടല്ലേ പോകേണ്ട, ഇടത്തോട്ടല്ലേ പോകേണ്ട. അതുകൊണ്ട് നമുക്ക് ഫ്രീയാണ്. അതുകൊണ്ട് നമുക്ക് ഇതൊന്നും നമുക്കൊരിത് കാര്യമേ അല്ല. നമ്മുടെ വണ്ണസ് വണ്ടിയല്ലേ, അപ്പം നമുക്ക് വിട്ടടിച്ച് നമ്മുടെ സ്ട്രിപ്പേൻ്റെ കോണൊക്കെ കിടക്കുക. ഇപ്പോൾ ഓഫാക്കിയ പോലീസുകാർ കണ്ടാൽ മോനെ AC വണ്ടി ആയതുകൊണ്ട് സ്റ്റിക്കർ അടിക്കുന്നതിന് സീനില്ല. കാരണം വെച്ചാൽ നമ്മുടെ ഈ ഒരു നാട്ടിൽ സ്റ്റിക്കർ അടിക്കുന്നതിന് സീനില്ല. പക്ഷേ വെളിയിൽ ലൈറ്റ്, സ്ട്രിപ്പ് ലൈറ്റ് എന്നൊക്കെ സുന ഉണ്ടെങ്കിൽ പോലീസുകാർ തൂക്കുന്നുണ്ട്. അപ്പുറത്തെ പോലീസുകാർ സ്പീഡിലൊക്കെ പോകാം. ഇവിടുത്തെ പോലീസുകാരുടെ പ്രത്യേകത അതാ, സ്പീഡിലൊക്കെ പോവാം. പിന്നെ ഫൈൻ അടിക്കത്തില്ല. അങ്ങനത്തെ അവിടെ ഈ കേരളത്തിൽ ഇജാതി ഫൈനാണ്. കേരളത്തിലൊക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ സ്റ്റിക്കറൊന്നും ലൈറ്റൊന്നും വേണ്ട, സ്റ്റിക്കർ മാത്രം, ഒരു തുള്ളി സ്റ്റിക്കർ ഇടുന്നത്. വണ്ടിക്കകത്ത് 50,000 രൂപ ഫൈൻ, 60,000 രൂപ ഫൈൻ, അങ്ങനെ കുറേ ഫൈനൊക്കെ വരും ഗൈസ്. ഓക്കെ, അപ്പോൾ അതിനനുസരിച്ച് കുറേ ഫൈനൊക്കെ നമുക്ക് വരുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ നമുക്ക് കുറേ ഫൈനൊക്കെ നമുക്ക് വരുന്നതായിരിക്കും. അപ്പം നമ്മളതൊക്കെ ഒരു സൈസ് നമ്മൾ ചെയ്തിട്ട് വേണം നമ്മൾ പോകാനായിട്ട്. ഇല്ലെങ്കിൽ നമുക്ക് നല്ല ഫൈനാണ്. ഇവിടെയൊക്കെ നല്ല പണി കിട്ടുന്ന വെച്ചാൽ നമ്മുടെ സ്ഥലങ്ങളിലൊക്കെ കുറേ കേരളത്തിലൊക്കെ മുട്ടം പണിയാണ്. കേരളത്തിലൊക്കെ ഏറ്റവും കൂടുതൽ ഫൈൻ. അവിടെ ലേസർ പോലെ ഉണ്ടാവില്ല, ജസ്റ്റ് സ്റ്റിക്കർ അത് മതി, അവർ തൂക്കിയുള്ളൂ. അതേപോലെ കാറിൻ്റെ കാര്യങ്ങൾ അലോയിലും തെള്ളി ഇരുന്നാൽ അപ്പോഴേ തൂക്കും. അതൊക്കെയാണ് പണിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഓക്കെ, അപ്പോൾ നമ്മളിനി ബസ് സിമുലേറ്റർ ഇന്ത്യ കൊണ്ടുവരുന്നതായിരിക്കും. അതിൻ്റെ ഡിലീറ്റ് ആയിപ്പോയി. അതുകൊണ്ട് ജസ്റ്റ് ഒന്ന് ക്ഷമിക്കണം നിങ്ങൾ. ഇനി നമ്മൾ വണ്ടി മാനേജായിട്ട് ഓടിക്കും. നമുക്ക് സ്പീഡ് ഒരു 100ൻ്റെ അപ്പുറം, 100 വരെ ഒന്നും പോകത്തില്ല. 100 സ്പീഡ് കൂടും. നമ്മൾ മാനേജായിട്ട് ഓടിക്കും. ഇനി വളയം വരുന്ന ഇനി ഇൻഡിക്കേറ്റർ ഇട്ടൊക്കെ ഞാൻ വളയത്തുള്ളൂ. കണ്ടോ, നമ്മൾ ഇൻഡിക്കേറ്റർ ഇട്ടിട്ട് വേണം വളയാൻ, ഇല്ലെങ്കിൽ ഏതെങ്കിലും അവന്മാർ വെച്ച് തരും. ഓക്കെ, സീനില്ല. ഓക്കെ, സീനില്ല. അയ്യോ നാട്ടുകാരെ ഓടി വരട്ടെ, രക്ഷിക്കണേ. നാട്ടുകാരെ ഓടി വരട്ടെ, രക്ഷിക്കണേ. നമ്മൾ റൂൾസ് എല്ലാം പാലിച്ചേ വേണ്ട പോകത്തുള്ളൂ. പക്ഷേ ചില സമയത്ത് എനിക്ക് റൂൾസ് എല്ലാം ഇഷ്ടമല്ല. AC വണ്ടി ആയതുകൊണ്ടാണെന്ന് തോന്നുന്നു. AC ഒക്കെ ഇട്ടിട്ട് ഇങ്ങനെ പോകുമ്പോഴേ ജാതി വൈബാണ് കേട്ടോ. ഇങ്ങോട്ടല്ല എനിക്ക് പോകേണ്ടത്, എനിക്ക് അപ്പുറത്തോട്ടാണ് പോകേണ്ടത്. അപ്പം ഞാൻ ഇവിടുന്ന് ഇൻഡിക്കേറ്റർ ഞാൻ പോകും. അതുകൊണ്ട് ഇവിടെ ഞാൻ ഇങ്ങനെ പോകും. അത് എങ്ങനെയുണ്ടൊരു ഐഡിയ. അവന്മാരവിടെ ഇരിക്കട്ടെ, നമുക്കങ്ങ് പോയേക്കാം. നമുക്ക് നിർത്തണ്ട, നമുക്ക് വിട്ടാം.
അവന്മാരാണ്ട് അവിടെ വണ്ടി നിർത്തിയിട്ടേക്കുന്നത് എന്തോത്തിനാണെന്ന് അറിയത്തില്ല. അവന്മാരവിടെ എന്ത് റെഡ് സിഗ്നലുണ്ടോ അവിടെ വണ്ടി നിർത്തി. അവന്മാർക്ക് എൻ്റെ ഇവിടെ വരാനുള്ള എൻ്റെ ഈ റോഡിൽ വരാനുള്ളത്. നമ്മളെന്ത് ചെയ്ത് അപ്പുറത്തോട്ട് പോകാനുള്ള വഴി അപ്പുറത്തോട്ട് പോയിട്ട് അവിടുന്ന് കറക്കി അടിച്ച് എടുത്തുകൊണ്ട് വന്നു. അപ്പോൾ അത് ഫൈനില്ല, അതൊരു ശരിയായ ഒരിതാണ്. ഇന്ന് നമ്മൾ വന്നേക്ക് നമ്മൾ ഇവരെ ഗുണാക്കേവി കൊണ്ടാണ്. ഇവരെ ഗുണാക്കേവി കൊണ്ടുവന്ന് തെള്ളി ഇടിഞ്ഞായിരുന്നു, കണ്ടോ? ഇവരെന്നെ ഗുണാക്കേവി കൊണ്ടുവന്ന് ഒറ്റ തെള്ളങ്ങ് വരും. ഇവരെ ഞാൻ തെള്ളിയിടും ഗുണാക്കേവി ചെന്നിട്ട്. സൂപ്പർ മാർക്കറ്റ് ഇറങ്ങാമായിരുന്നല്ലേ, അത് ഞാൻ മറന്നുപോയി. പക്ഷെ ഇവർ പറഞ്ഞായിരുന്നു ഇവരെ സൂപ്പർ മാർക്കറ്റ് ഇറക്കണേന്ന്. അപ്പം ഞാൻ ഇവരെ സൂപ്പർ മാർക്കറ്റ് ഇറക്കണം. വണ്ടിയൊക്കെ അഡിക്റ്റായി. ഞാനിപ്പോൾ വീഡിയോ എടുത്തത് വെച്ച് കഴിഞ്ഞാൽ കുറേ ദൂരത്ത് നിന്നായിരുന്നു. നമ്മൾ എറണാകുളത്ത് നിന്ന് തൃശ്ശൂരിൽ നിന്ന് വന്നേ. ഇപ്പം നമ്മുടെ എന്തുവാ ഏതോ പാലക്കാടോ പോകുന്ന വഴി വണ്ടിയുടെ വാഷിംഗ് ഏരിയ ഉണ്ടെങ്കിൽ വണ്ടിയിൽ കയറ്റി കഴുകണം. മഴ എങ്ങനെ വന്നു കഴിഞ്ഞാൽ വലിച്ച് വാഷിംഗ് ഏരിയ ഉണ്ടെങ്കിൽ അവിടെ കയറ്റി വണ്ടി കഴുകിയിട്ട് മോനെ ചെന്നേക്കാം. പുഴയ്ക്കകത്തോട്ട് ഇപ്പോൾ വണ്ടി ഇറക്കണം. അതുകൊണ്ട് മാർക്കറ്റ് അപ്പുറത്താണ്. മാർക്കറ്റിലോട്ട് വണ്ടി ഇറക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഇച്ചിരി സീന. അവിടെ കുറേ വണ്ടികളൊക്കെ വരുന്നത്. അപ്പം നിങ്ങളെന്ത് വേണം പോയി വാങ്ങിയിട്ട് വാ. അപ്പോൾ നമ്മുടെ ഇവരോട് ഞാൻ കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് വരാം. ഓക്കെ സെറ്റ്. ഓക്കെ എല്ലാവരും പോയിട്ടോ. ഞാൻ ഇപ്പോഴേ ഒന്ന് ചാടിയിട്ടൊക്കെ വരാം. അയ്യോ എന്താ ഒരു തണുപ്പ്. തുടങ്ങുന്നേ മാറി. അവിടെ വലിയ കുളമാണ്. അവിടെ ചാടാം. ഇവിടെ വലിയ സുഖമില്ല. ഈ കുലാബ സിന്ദാബാദ്. കുളിച്ച് നമ്മുടെ എല്ലാ പണിയും കഴിച്ചിട്ട് നമ്മുടെ പാസഞ്ചേഴ്സ് എല്ലാം കയറിയിട്ടുണ്ട്. ഓക്കെ, നമുക്ക് നേരെ വണ്ടിയിട്ട് നമുക്ക് സ്ഥലം കാലിയാക്കാം ഗൈസ്. ഓക്കെ, അപ്പോൾ നമ്മളിനി മൾട്ടിപ്പിളായിട്ട് നമ്മുടെ നാസറിനെ കൊണ്ടുവരുന്നതായിരിക്കും. എല്ലാവരും ഒന്ന് വെയിറ്റ് ചെയ്താൽ മാത്രം മതി. നമ്മൾ നാസറിനെ ഉറപ്പായിട്ട് നമ്മൾ കൊണ്ടുവരുന്നതായിരിക്കും സുഹൃത്തുക്കളെ. നിങ്ങളൊന്ന് കാത്തിരിക്കും. നിങ്ങൾക്ക് എന്താ ക്ഷമയില്ലേ? ക്ഷമയ്ക്ക് നെല്ലിപ്പലക ഇല്ലേ? നിങ്ങൾക്ക് ക്ഷമയ്ക്കൊരു നെല്ലിപ്പലക ഇല്ലേ സുഹൃത്തുക്കളെ? സുഹൃത്തുക്കളെ, ഇതെന്തോ ഇത് ഗൂഗിൾ പേ തേങ്ങാക്കൊല. ക്ഷമിക്കുന്നതിനും ഒരു പരിധിയില്ലേ? നെല്ലിപ്പല ഇല്ലേ കഴിച്ചു? നിങ്ങൾ നെല്ലിപ്പല ഇളക്കിയാൽ മതി. നമുക്കിനി ഇവിടെ നിന്ന് എങ്ങോട്ടാണ് പോകേണ്ടതെന്ന് എനിക്ക് അറിയത്തില്ല. ഞാൻ ഇൻഡിക്കേറ്റർ ഇട്ട് ഇറക്കാൻ പോകാൻ ഡബിൾ ഇൻഡിക്കേറ്റർ ഇട്ട് ഹോൺ അടിക്കത്തേക്കേ ഉള്ളൂ. ഇനി വണ്ടി വന്നാൽ ഞാൻ ഇടിച്ച് കയറ്റും. എന്ന് പറഞ്ഞാൽ ഇടിച്ച് കയറ്റുവേ. എന്താ ഭയം മറക്കട്ടോ. അല്ല ഇനി പോവാ. എങ്ങോട്ടാ വണ്ടി മനസ്സിലാവുന്നില്ലല്ലോ. റോഡിൻ്റെ നടക്കൊണ്ട് നിർത്തിയാൽ മതിയോ? അല്ലേ അയ്യോ, വരുന്ന വഴി ഉണ്ടായിരുന്നല്ലേ ഒരെണ്ണം. ചോദിക്കട്ടെ ചേട്ടാ, നമുക്ക് പോകുന്ന വഴി ഒരു കടയൊക്കെ ഉണ്ട് കേട്ടോ. അവിടെ വണ്ടി നമുക്ക് വിളിച്ചൊന്ന് വാഷ് ചെയ്ത് അപ്പോൾ നിങ്ങൾക്ക് ഒരു ബഹുമാനം കിട്ടുമല്ലോ. മോനെ നീ പോയിക്കോളാം, ധൈര്യമായിട്ട് ഞങ്ങളുണ്ടോ നിൻ്റെ കൂടെ. ബഹുമാനമുണ്ട്. റോങ്ങൊക്കെ കയറിയായിരുന്നു. ഞാൻ പറപ്പിക്കാൻ പോവുക. ഒറ്റ മൈൻഡ് വിട്ടടിച്ചോ ഐലേസ. ഡിമ്മടിക്കണം. ഒലല്ല ഡിമ്മടി സോസ്ത്രം. നമ്മളിപ്പോൾ എത്തും. വണ്ടി കഴുകണം. മാറി പൈസക്ക് ഞാൻ പിന്നെ തരാം. വണ്ടി പാദമേ കഴിയട്ടെ. ഒരു മിനിറ്റ് നമ്മുടെ നെറ്റ് ഒന്ന് നോക്കട്ടെ. നെറ്റില്ലാതെ ഒരു പണി നടക്കത്തില്ല. കാരണം എൻ്റെ പൈസ ഇല്ല. ആകെ ഒരു 85 വെച്ച് ഞാൻ പണി ചെയ്യാൻ വന്നത്. ഇത്രയും പൈസ വെച്ച് ചെയ്യാൻ വന്നത്. ഓക്കെ, കാശിൻ്റെ സുഖമില്ലല്ലോ. ഓക്കെ, സെറ്റാക്കി. നമുക്ക് പെട്ടെന്ന് റെഡിയാക്കാം. പെട്ടെന്ന് പോവാം. ഓക്കെ ഗൈസ്, നമുക്ക് പെട്ടെന്ന് റെഡിയാക്കിയാൽ പെട്ടെന്ന് പോവാം. ചുമ്മാ അങ്ങോട്ടും ഇങ്ങോട്ടും ആക്കിയാൽ മതി. അപ്പോൾ നമുക്ക് പെട്ടെന്ന് വീഴും. ഓക്കെ, അതെങ്ങനെയുണ്ട് എൻ്റെ ഐഡിയ? പെട്ടെന്ന് ചെയ്താൽ പെട്ടെന്ന് തീരും ഗൈസ്. അതാണ് എൻ്റെ ഒരു ഐഡിയ. പെട്ടെന്ന് തീർന്നാൽ പെട്ടെന്ന് ചെയ്യും. പെട്ടെന്ന് ചെയ്താൽ പെട്ടെന്ന് തീരും. ഓക്കെ, അതാണ് നമ്മുടെ ഐഡിയ എന്ന് വെച്ച് കഴിഞ്ഞാൽ. ഓക്കെ, പെട്ടെന്ന് കഴിവ്. ഓക്കെ, അപ്പോൾ നമ്മുടെ വണ്ടി കഴുകി കുട്ടപ്പനായിട്ടുണ്ട്. ഇതിൻ്റെ ഇനി സെക്കൻഡ് പാർട്ട് വരുന്നതായിരിക്കും. ഇപ്പോൾ എനിക്ക് വയ്യാത്തതുകൊണ്ട് ഞാനിപ്പോൾ ഈ വീഡിയോ ഇവിടെ ഇത്ര വെച്ചൊക്കെ എടുക്കുന്നത്. അപ്പോൾ ഈ എൻ്റെ വീഡിയോ ഇവിടെ വെച്ച് എൻ്റെ പേര് ഇഷ്ടപ്പെടില്ല. സബ്സ്ക്രൈബ് ചെയ്ത് ഷെയർ ചെയ്ത് ബെൽ ഐക്കൺ അടിച്ചേക്കുക. അപ്പോൾ വരുന്നതായിരിക്കും.